PM കുസും അഴിമതിക്ക് പിന്നെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന അഴിമതിക്കഥയുടെ അഴിയാക്കഥകളും എണ്ണിപ്പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായ അഴിമതി നിരത്തുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലേക്കും. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ PM കുസും പദ്ധതിയെപ്പറ്റി, അതിൽ സൗരോർജ പമ്പ് പദ്ധതി അനർട്ട് മുഖേന നടപ്പാക്കുന്ന 100 കോടി രൂപയധികമുള്ള അഴിമതിയെ പറ്റിയാണ് ചൂണ്ടിക്കാണിച്ചത്. അന്ന് എത്ര ആസൂത്രിതമായിട്ടാണ് ഈ അഴിമതി നടക്കുന്നത് എന്ന് നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കേരളത്തിലെ പാവപ്പെട്ട കർഷകർക്ക് അവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി വൻതോതിലുള്ള അഴിമതിക്കും കളമൊരുങ്ങുന്ന വസ്തുതയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് ഇതെങ്ങനെയാണ് ആസൂത്രിതമായി അഴിമതി നടക്കുന്നത് എന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആലോചിക്കേണ്ടത് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അനർട്ടിൽ നടക്കുന്ന നിയമനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അഴിമതിക്കുള്ള ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. നേരത്തെ സ്പേസ് പാർക്ക് പദ്ധതിയിൽ സ്വപ്ന സുരേഷിനെ കൺസൾട്ടന്റായി ശിവശങ്കരൻ നിർദ്ദേശിക്കുകയും ആഗോള കൺസൾട്ടിംഗ് കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ അവരെ വൻ ശമ്പളത്തിൽ നിയമിക്കുകയും ചെയ്ത വസ്തുത എല്ലാവർക്കും അറിയുന്നതാണ്. ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ഒരുപക്ഷെ വലിയ തോതിൽ ആസൂത്രിതമായി നടന്ന അഴിമതിയാണ് അനർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനർട്ടിന്റെ CEO ആയ നരേന്ദ്രനാഥ് നെല്ലൂരി തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്ന വിനയ പി എന്ന താൽക്കാലിക ജീവനക്കാരനെ ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ EY, എന്റെ പഴയ പേര് ഏണസ്റ്റ് ആൻഡ് യങ് എന്നാണ്, ജോലിക്കെടുത്ത് സമാനമായ മാതൃകയിലാണ് ജോലിക്കെടുത്തത്. അനർട്ടിന്റെ കൺസൾട്ടന്റായി കോടികളുടെ കോൺട്രാക്റ്റ് ഉള്ള EY അനർട്ടിന്റെ CEOയുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിനെ വൻ ശമ്പളത്തിൽ നിയമിക്കുക മാത്രമല്ല, തൊട്ടടുത്ത ദിവസം തന്നെ അനർട്ടിലേക്ക് തിരിച്ച് ഡെപ്യൂട്ടേഷൻ അയക്കുകയാണ്. അപ്പൊ തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയെ അനർട്ടിൽ നിന്ന് പിരിച്ചുവിട്ട് ശേഷം ആഗോള കമ്പനിയായ EYയുടെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുകയും അതിനുശേഷം അയാളെ ഉടൻ തന്നെ ഈ അനർട്ടിലേക്ക് ഡെപ്യൂട്ടേഷൻ നിയമിക്കുകയും ചെയ്യുന്ന അതിവിചിത്രമായ ഒരു സാഹചര്യമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അനർട്ടായി EYയെ രേഖകൾ പരിശോധിച്ച് CEOയെ അന്തിമ തീരുമാനത്തിന് സഹായിച്ച ആളാണ് ഈ വിനയ്. അപ്പൊ EY എന്ന് പറയുന്ന കമ്പനിയെ കൺസൾട്ടന്റായി നിയമിക്കുന്നതിന് സഹായകരമായി പ്രവർത്തിച്ച വ്യക്തിയെയാണ് EY തന്നെ ഡെപ്യൂട്ടേഷനിലേക്ക് ഇങ്ങോട്ട് അയക്കുന്നത്. കൺസൾട്ടന്റായി EYക്ക് നിയമനം കിട്ടിയ ശേഷം അധികം താമസിക്കാതെയാണ് വിനയ് EY ജോലിക്കെടുക്കുകയായിരുന്നത്. ഇതോടെ EYക്ക് എങ്ങനെയാണ് കൺസൾട്ടൻസി കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണ്. സാധാരണ ഒരു കോർപ്പറേറ്റ് എത്തിക്സ് അനുസരിച്ച് ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ക്ലയന്റായി ജോലി നോക്കുന്നവരെ ആ സ്ഥാപനം കുറഞ്ഞത് 6 മാസമെങ്കിലും ഒരു കൂളിംഗ് പീരീഡ് കൊടുത്തിട്ട് മാത്രമേ പിന്നീട് മറ്റൊരിടത്ത് നിയമിക്കുകയുള്ളൂ. എന്നാൽ ആ സാധാരണഗതിയിലുള്ള ഈ എത്തിക്സ് മുഴുവൻ മറികടന്നുകൊണ്ടാണ് ഈ വിനയ് പി എന്ന് പറയുന്ന വ്യക്തിയെ നിയമിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം എത്രമാത്രം സമ്മർദ്ദം EY എന്ന ആഗോള കമ്പനിയുടെ പുറത്തുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. 2025 ഏപ്രിൽ 4 വിനയ് അനർട്ടിൽ നിന്ന് വിടുതൽ വാങ്ങുന്നത്. പുതിയ ജോലി ലഭിച്ചതിനാൽ വിടുതൽ നൽകുന്നതിനായി നൽകിയ കത്ത് ഇവിടെ പരിശോധനയ്ക്ക് വെക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരികയാണ്, ഡോക്യുമെന്റ് ഒന്നായിട്ട്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ഏപ്രിൽ 5 EYയുടെ ഡയറക്ടർ അങ്കിത് പിപ്പലാനി അനർട്ട് സിഇഒയ്ക്ക് എഴുതിയ കത്തും ഇതിനോടൊപ്പം ഞാൻ വെക്കുകയാണ്.
അപ്പൊ നമ്മൾ ആലോചിക്കണം എത്ര ആസൂത്രിതമായിട്ടാണ് ഈ നിയമനം നടക്കുന്നത്. അനർട്ടിലെ CIAയുടെ ഒരു അസിസ്റ്റന്റായി ജോലി നോക്കിയ ഒരു വ്യക്തി പെട്ടെന്ന് അവിടെ നിന്ന് രാജിവെക്കുന്നു. EY കമ്പനിയിലെ അദ്ദേഹത്തിന് വലിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നു. ആ ശമ്പളത്തിൽ കൂടിയ ശമ്പളത്തിൽ ജോലി ലഭിക്കുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ അനർട്ടിലെ എല്ലാ പ്രോജക്റ്റുകളെയും നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനായി ജോലി എടുക്കുകയാണ്. അതിന്റെ ഡോക്യുമെന്റ് ഞാൻ മുന്നോട്ട് വെക്കുന്നു. ഈ അനർട്ടിലെ EYയുടെ ഡയറക്ടർ അങ്കിത് പിപ്പലാനി അനർട്ട് CEOയ്ക്ക് എഴുതിയ കത്തിൽ പറയുന്നത് അനർട്ടിന്റെ ടെൻഡറിംഗ് പ്രോസസ്സിൽ സഹായിക്കാൻ EYയുടെ ഒരു പുതിയ ഉദ്യോഗസ്ഥനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുവെന്നും മുമ്പ് അനർട്ടിൽ ജോലി ചെയ്ത വിനയ് പ്രഭയെ അതിനായി നിയമിച്ച് അയക്കുന്നുവെന്നുമാണ്. അതായത് 4-ാം തീയതി അനർട്ടിൽ നിന്നും വിടുതൽ വാങ്ങിയ വിനയ് അടുത്ത ദിവസം തന്നെ EYയുടെ ഉദ്യോഗസ്ഥനായി വന്നു കയറുകയാണ്. അന്ന് തന്നെ ടെൻഡറിംഗ് പ്രോസസ്സിൽ സഹായിക്കാൻ വീണ്ടും അനർട്ടിൽ ജോലിയിൽ പ്രവേശിക്കുകയാണ് ഉണ്ടാകുന്നത്. അതും വലിയ ഉയർന്ന ശമ്പളം. നേരത്തെ അനർട്ടിൽ അദ്ദേഹം ജോലി ചെയ്തത് താൽക്കാലിക ജീവനക്കാരനായിട്ട് ചെറിയ ശമ്പളത്തിൽ ഒരു 50,000 രൂപയുടെ താഴെയുള്ള ശമ്പളമായിരുന്നു. ആ ഘട്ടത്തിലാണ് CEOയെ ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സഹായിച്ചിരുന്നത്. അവിടെ നിന്ന് രാജിവെച്ച് EY എന്ന കമ്പനി ജോലി ചെയ്യാൻ വേണ്ടി അദ്ദേഹം അപേക്ഷ കൊടുക്കുന്നു. അവിടെ ജോലി കിട്ടുന്നു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ വീണ്ടും അനർട്ടിലേക്ക് ഡിപ്ലോയ് ചെയ്യുകയാണ്. അപ്പൊ ഇത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അനർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ക്രമക്കേടുകൾ മുഴുവൻ CEOയെ സഹായിക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥനെ EY തന്നെ നിയമിക്കുകയാണ്. കൺസൾട്ടന്റ് തന്നെ നിയമിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഫണ്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് അനർട്ട്. ഇവിടെ എത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള ടെൻഡറിംഗ് പ്രോസസ്സിൽ അനർട്ടിന്റെ ഒറ്റ ജീവനക്കാരെ പങ്കെടുപ്പിക്കുന്നില്ല. സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുണ്ട്, അവരെ പങ്കെടുപ്പിക്കുന്നില്ല. താൽക്കാലിക ജീവനക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ EY പോലെയുള്ള സ്വകാര്യ കമ്പനികളെ കൊണ്ടോ ആണ് ഇത് നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, ടെൻഡർ ഓപ്പൺ ചെയ്തതിന് ശേഷവും ടെൻഡറിൽ മാറ്റം വരുത്തിയ സംഭവം ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഒരിക്കലും അത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഫൈനാൻഷ്യൽ ബിഡ് ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് അതിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ക്രമക്കേടും അഴിമതിയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ അനർട്ടിന്റെ ഫൈനാൻസ് ടീമിനെ മുഴുവൻ ഇരുട്ടിൽ നിർത്തുകയാണ്. സെക്രട്ടേറിയറ്റിനുള്ള ഫൈനാൻസ് വിങ്ങിന് ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല. സമ്പൂർണമായ ഈ ടെൻഡർ പ്രവർത്തനങ്ങളുടെ സമ്പൂർണമായ ഉത്തരവാദിത്വം ഈ CIAയും വിനയും ചേർന്ന് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ആസൂത്രിതമായ ഒരു അഴിമതിയുടെ തെളിവാണ്. ആഗോള സ്ഥാപനമായ EIA വരെ ഈ അഴിമതിയിൽ പങ്കാളിയാക്കിക്കൊണ്ട് വൈദ്യുതി മന്ത്രിയും അനർട്ട് CEOയും ചേർന്ന് നടത്തിയ ആസൂത്രിതമായ അഴിമതിയുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ കള്ളക്കളി അനർട്ട് CEO EY മാത്രം ചേർന്നുള്ള ഒരു പരിപാടിയായി നമുക്ക് കാണാൻ സാധ്യമല്ല. വൈദ്യുതി മന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇത്രയും വലിയ ഒരു അഴിമതിക്ക് കളമൊരുക്കാൻ സാധ്യമാകൂ എന്നുള്ളതാണ് വസ്തുത. ഇത് അനർട്ടിന്റെ അഴിമതി ഈ സൗരോർജ പദ്ധതി കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. വിവിധ പദ്ധതികൾക്ക് തോന്നുന്നത് പോലെ നിരക്ക് ഈടാക്കിക്കൊണ്ട് പദ്ധതികൾ നടപ്പാക്കുക. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ്, വൈദ്യുതി സെക്രട്ടറി ആയിരുന്ന B അശോക് ചെയർമാനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റി നിരക്കുകൾ ഏകീകരിക്കുന്നതിനുള്ള ശുപാർശകൾ നൽകിയതാണ്. എന്നാൽ ആ ശുപാർശകൾ അംഗീകരിക്കാതെ ഓരോ പദ്ധതിക്കും തോന്നിയ രീതിയിൽ നിരക്കുകൾ പ്രഖ്യാപിച്ച് അഴിമതി നടത്തുന്നത് അനർട്ടിൽ ഒരു സ്ഥിരം പരിപാടിയാണ്. സൗരോർജ പമ്പ് പദ്ധതിയായ PM കുസും എന്ന പദ്ധതിയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതെങ്കിൽ ഞാൻ വെക്കുന്ന തെളിവുകൾ 100% കേന്ദ്ര ഫണ്ട് കൊണ്ട് ചെയ്യുന്ന തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയുടേതാണ്. ഇവിടെ സോളാർ ഇൻസ്റ്റലേഷൻ അമ്പരപ്പിക്കുന്ന ക്രമക്കേടുകളാണ് നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ
സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 514 സോളാർ പദ്ധതികളാണ് അനർട്ട് നടപ്പാക്കിയത്. ഓരോ പദ്ധതിയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ധന ദുർവിനിയോഗത്തിന്റെയും കഥകളാണ് പുറത്തു കൊണ്ടുവരുന്നത്. അതായത് തുല്യശേഷിയുള്ള 2 പദ്ധതികൾ ചെയ്യുമ്പോൾ 50% തുകയുടെ വ്യത്യാസം വരുന്ന ചില മാജിക്കുകളാണ് ഇവിടെ ഓരോ പദ്ധതിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം 1, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിൽ TCM ലിമിറ്റഡ് എന്ന കമ്പനി 60 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചത് 38.39 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ്. 8 മാസത്തിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന സ്ഥാപനം ഒരു സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 60 കിലോവാട്ട് ചെയ്തപ്പോൾ 25.2 ലക്ഷം രൂപയാണ്. അപ്പോൾ തന്നെ ഒരു തുല്യശേഷിയുള്ള പ്ലാന്റുകൾ അനർട്ടിന്റെ മേൽനോട്ടത്തിൽ 2 കമ്പനികൾ സ്ഥാപിച്ചത് തമ്മിലുള്ള വ്യത്യാസം 13.19 ലക്ഷം രൂപയാണ്. എൻ്റെ ഡോക്യുമെന്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ക്രമക്കേട് 2, വികാസ് ഭവൻ PWD TCM ലിമിറ്റഡ് എന്ന കമ്പനി 50 കിലോവാട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചപ്പോൾ 31.31 ലക്ഷം രൂപയാണ് ചെലവായത്. എന്നാൽ ഡയറക്ടറേറ്റ് ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ് എന്ന സ്ഥാപനത്തിൽ POM സിസ്റ്റം ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 50 കിലോവാട്ട് സ്ഥാപിച്ചപ്പോൾ 19.01 വ്യത്യാസം എത്രയാണ്? 14.25 ലക്ഷം രൂപയാണ് വ്യത്യാസം. അതിന്റെ അർത്ഥം ഈ 2 തുല്യശേഷിയുള്ള 2 പദ്ധതികൾ നടപ്പാക്കിയപ്പോൾ 70% വ്യത്യാസമാണ് അനർട്ടി പദ്ധതി നടപ്പാക്കിയപ്പോൾ ഉണ്ടായത്. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി എന്നത് അനർട്ടിന്റെ ഒരു ചക്കരക്കുടമായിരുന്നു. ഇത് ആരൊക്കെ കൈയിട്ട് വാരി എന്നുള്ളത് അന്വേഷിച്ചാൽ മാത്രം മതി. ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറിമാർ? എവിടേക്കാണ് ഈ പണം മുഴുവൻ പോയത്? ഇത്തരം ഓരോ ഇടപാടിനും മന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടോ? മന്ത്രിക്ക് പങ്കുണ്ടോ? അനർട്ടിന് ഉള്ള പങ്ക് എന്താണ്? ഇത് അന്വേഷിക്കേണ്ടതാണ്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 514 പദ്ധതികളാണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് അനർട്ട് നടപ്പാക്കി എന്ന് പറയുമ്പോൾ എത്ര കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് എന്നത് നമ്മൾ ശരിയായി വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ PM കുസും പദ്ധതി മാത്രമല്ല, ഈ തിരുവനന്തപുരത്ത് നടപ്പാക്കിയ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ കേരളത്തിലൊട്ടാകെ അനർട്ട് നടപ്പാക്കിയിട്ടുള്ള സൗരോർജ പദ്ധതികൾ പരിശോധിച്ചാൽ കോടികളുടെ അഴിമതികൾ നടന്നതായി നമുക്ക് കാണാൻ കഴിയും. വൻ ക്രമക്കേടിന്റെ 3ാമത്തെ ഉദാഹരണം, സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഫാമിലി ഹെൽത്ത് സെന്റർ വിഴിഞ്ഞം എന്ന സ്ഥാപനത്തിന് ഗാഡ്ഗോൺ സെൽഫ് സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 10 കിലോവാട്ട് സ്ഥാപിച്ചതിന് 4.99 ലക്ഷം രൂപയാണ് ചെലവാക്കിയത്. ഇതിന് 10 വർഷം ഗ്യാരണ്ടിയാണ്. എന്നാൽ PM കുസും പദ്ധതിയിൽ 10 കിലോവാട്ടിന്റെ റൂഫ് ടോപ്പ് മോഡൽ സോളാർ പവർ പ്ലാന്റിന് കേവലം 7.13 ലക്ഷം രൂപയാണ്. എന്നുവെച്ചാൽ കൂടുതൽ ചെലവാക്കി. ഇതിന് വാറന്റി 7 വർഷവും. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ വിവിധ പദ്ധതികളിൽ സമാന ശേഷിയുള്ള ചെറിയ പ്ലാന്റുകൾ സ്ഥാപിച്ചതിനുള്ള വ്യത്യാസം തന്നെ 2.14 ലക്ഷം രൂപയാണ്. അപ്പോൾ 5 വർഷം കൊണ്ട് അനർട്ട് കോടികളുടെ അഴിമതികൾ നടത്തി എന്നത് ഈ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്നതാണ്. എല്ലാ ഉദാഹരണവും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല, കാരണം വിസ്താര ഭയം കൊണ്ടാണ്. ഈ അനർട്ടിലെ 514 പദ്ധതികൾ പരിശോധിച്ചാൽ തുല്യ പദ്ധതികൾ നടപ്പാക്കുമ്പോഴുണ്ടായ റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം അത് അഴിമതിക്ക് വഴിതെളിച്ചിട്ടുള്ള ഒന്നാണ്. എനിക്ക് ആവശ്യപ്പെടാനുള്ളത്, കഴിഞ്ഞ 5 വർഷത്തെ അനർട്ടിന്റെ എല്ലാ ഇടപാടുകളും ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ടോ ഒരു ഫോറൻസിക് ഏജൻസിയെ കൊണ്ട് ഒരു ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കണമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു നിയമസഭാ സമിതിയെ ഉള്ള അന്വേഷണം നടത്തണമെന്നുള്ള എൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അനർട്ടിനെ ഇളക്കി മറിച്ചാൽ 1000 കോടി രൂപയിലധികം അഴിമതിയും ക്രമക്കേടും നടന്നുവെന്ന് വളരെ വ്യക്തമാകുന്ന കാര്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് വൈദ്യുതി മന്ത്രി അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, എനിക്കിതറിയില്ല. ഇത്രയും വലിയ ഗുരുതരമായ അഴിമതിയും കൊള്ളയും ഈ ഡിപ്പാർട്ട്മെന്റിൽ നടന്നിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് മന്ത്രിക്ക് ഇരിക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നു, അറിഞ്ഞുകൊണ്ട് സിഇഒയെ പ്രൊട്ടക്ട് ചെയ്യുക. അത് ഇപ്പോഴും സിഇഒ അനുകൂലമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത്രയും നല്ലൊരു ഉദ്യോഗസ്ഥനെ കിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലെ ഉദ്യോഗസ്ഥനെ ഈ ഇതിൽ നിയമിച്ചത് തന്നെ തെറ്റായ നടപടിയാണ്. അദ്ദേഹത്തിന് ഇനിയും എക്സ്റ്റൻഷൻ കൊടുക്കാൻ നടപടികൾ നീങ്ങുകയാണ്. മാത്രമല്ല, അനധികൃതമായ ധാരാളം നിയമനങ്ങൾ നടന്നു. അതിനെപ്പറ്റി എല്ലാം അന്വേഷിക്കേണ്ട കാര്യമാണ്. ഒന്നുകിൽ മന്ത്രി ഇതെല്ലാം അറിയുന്നു, അല്ലെങ്കിൽ മന്ത്രിയെ നോക്കുകുത്തി ആക്കിക്കൊണ്ട് മന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ട ആളുകളും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതിന്റെ വസ്തുത പുറത്തു വരേണ്ടത് ഒരു നിയമസഭാ സമിതിയുടെ അന്വേഷണമാണ്. ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ടുള്ള ഫോറൻസിക് ഓഡിറ്റാണ് നടക്കേണ്ടത്. ഇത്രയും വലിയ അഴിമതി നടന്നിട്ടും മന്ത്രി ഇതിൽ മൗനം പാലിക്കുകയും അന്വേഷിക്കാൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ സ്വതന്ത്രവും നീതിപൂർവമായ ഒരു അന്വേഷണമാണ് വേണ്ടത്. ഇതാണ് ഉണ്ടാകേണ്ടത്. ഈ അന്വേഷണമാണ് ഉണ്ടാകേണ്ടത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പൊ ഭയങ്കര വിശ്വാസമായല്ലോ ഗവൺമെന്റ്. ഇത്രയും കാലം CAG പറഞ്ഞതൊക്കെ തെറ്റാണെന്നും CAG കേന്ദ്ര ഗവൺമെന്റ് ഏജന്റ് ആണെന്നും ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഗവൺമെന്റ് തന്നെ അന്വേഷിക്കട്ടെ. അത് അവരുടെ വാദം മാത്രമല്ലേ. അതാ ഞാൻ പറഞ്ഞത്, നിയമസഭാ കമ്മിറ്റി അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി ഒരു ഓഡിറ്റ് നടത്തട്ടെ. അല്ലാതെ ഇതെങ്ങനെ അറിയാൻ പറ്റും? ആയിരക്കണക്കിന് കോടി രൂപയുടെ വർക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള കാര്യം എന്താണ്? EY എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ഇയാൾ എങ്ങനെ ഈ ഏജൻസിയെ എങ്ങനെ കൺസൾട്ടന്റായി നിയമിച്ചു? ഏത്? നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടേ? സെക്രട്ടറിയിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടേ? അനർട്ടിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടേ? ഇതൊന്നും ചെയ്യാതെ ഇദ്ദേഹവും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇതെല്ലാം അതിന്റെ എല്ലാ രേഖകൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അവർ തമ്മിൽ മാത്രമാണ് എല്ലാ വിധത്തിലുള്ള അതിനു വേണ്ടിയാണല്ലോ ബെഞ്ച് മാർക്ക് നിയമിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ അശോകിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി ശുപാർശ ചെയ്തത്. ആ കമ്മിറ്റി ശുപാർശ ഇവർ അംഗീകരിച്ചിട്ടില്ലല്ലോ. ലോവസ്റ്റിന് കൊടുക്കാൻ മാത്രപ്പോൾ ലോവസ്റ്റിന് കൊടുക്കാതെ അവരുടെ കത്ത് കിട്ടി, അവർ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അല്ല, ഞാൻ പറഞ്ഞത് അത് പിന്നീട് എഴുതി വാങ്ങിച്ചതായിരിക്കാം. പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നതിലും ഇതിനു വേണ്ട എക്സ്പേർട്സ് നമ്മുടെ കയ്യിലില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ ഇമെയിൽ സന്ദേശങ്ങൾ അടങ്ങിയ രേഖകൾ, അത് 2, 3, 4 അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. എന്റെ കയ്യിലുള്ള രേഖകൾ വെച്ചിട്ട് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. 2 മാത്രമല്ല, ടെൻഡർ മാനദണ്ഡങ്ങളിൽ തിരുത്തൽ വരുത്തി എന്ന് പറയുന്നത് അത് പുറത്തു വെക്കുന്ന സോളാർ പദ്ധതിയാണോ അല്ലെങ്കിൽ പുറത്തു വെക്കുന്നതാണോ? അതിന്റെ രണ്ടിന്റെയും വിവരങ്ങൾ എഴുതിയത് അത് പൊസിഷൻ മാറിപ്പോയി. അല്ലല്ല, ഒരു ടെൻഡർ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ടെൻഡർ ഡോക്യുമെന്റിൽ മാറ്റങ്ങൾ വരുത്താൻ ആർക്കും സാധ്യമല്ല. അതിന് ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്യുമെന്റ് തിരുത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അതിനകത്ത് ഒരപ്പുറത്ത് വെക്കുന്ന സൗരോർജത്തിന്റെ കാര്യമോ അല്ലാത്തതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞത് മൂടണ്ട. ഇതിനകത്തൊക്കെ വ്യക്തമായ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, തലതിരിഞ്ഞ നടപടികളാണ് അനർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഞാൻ പറഞ്ഞത് ഏത് കമ്പനിക്ക് കൊടുത്തു എന്നുള്ളതല്ല. ഒരു ടെൻഡർ പ്രോസസ്സിന് ഒരു ട്രാൻസ്പാരൻസി ഉണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽ ബിഡ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് തിരുത്തൽ, ഏത് രീതിയിലുള്ള തിരുത്തൽ വരുത്തുന്നതും ഒരിക്കലും അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല. അതാരും ചെയ്യാറുള്ളതല്ല. അവിടെ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത്? അപ്പോൾ ഇത് തുടക്കം മുതൽ നമ്മൾ ഓരോ പദ്ധതി എടുത്തു നോക്കിയാലും, ഞാൻ ഈ പറയുന്നതിന് മുമ്പ് തന്നെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ധാരാളം അഴിമതികൾ വന്നതാണ്, ആക്ഷേപങ്ങൾ വന്നതാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ ഇതിൽ നടക്കുന്ന അഴിമതികളെ നമ്മൾ കണ്ടില്ലെന്ന് നമുക്ക് കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുള്ളത് ഈ വലൂരിയും അതോടൊപ്പം തന്നെ വിനയും മാത്രമാണ്. ഇങ്ങനെയാണോ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നത്? അതെനിക്കറിയില്ല. അത് എന്നോട് ചോദിച്ചിട്ട് അത് CAG ചോദിക്കേണ്ട കാര്യം. ഞാൻ വസ്തുതകളുടെ പിൻബലത്തിലാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ എല്ലാ രേഖകളും തരും. നിങ്ങളോട് പരിശോധിക്കും. അല്ല, CAG എന്തുകൊണ്ട് പരിശോധിച്ച് എന്ന് എനിക്കറിയില്ല എന്താണ്. കാരണം സംസ്ഥാനത്തിലെ ധാരാളം പദ്ധതികൾ ഉണ്ടാവും, പരിശോധിക്കേണ്ട പദ്ധതികളാണ്. എന്തുകൊണ്ട് അവർ പരിശോധിച്ചില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ വന്ന കുറച്ച് കാലതാമസം എന്നതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തൽ CAG-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അതാണ്. CAG-യുടെ കണ്ടെത്തലുകളെ അംഗീകരിക്കാത്തൊരു ഗവൺമെന്റ് അല്ലേ ഇത്? ഇവിടെ ഏത് CAG റിപ്പോർട്ടിനെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്? CAG-ക്കെതിരെ കോടതി പോയി ഫൈറ്റ് ചെയ്തവരാ ഇവിടെ. അതുകൊണ്ട് CAG റിപ്പോർട്ടിന് വലിയ സാങ്ക്ടിറ്റി കാണിക്കാത്തൊരു ഗവൺമെന്റ് അല്ലേ ഇവിടെ ഉള്ളത്? അതുകൊണ്ട് അത് മറയാക്കി സ്വീകരിക്കേണ്ട. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുള്ള റിപ്പോർട്ടുകളും കത്തുകളും അനുസരിച്ച് ഇതിനകത്ത് ശരിയായ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഇത് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റു മാർഗങ്ങൾ നോക്കാം. സിഇഒയുടെ അദ്ദേഹമായിരുന്നു ഇതിനു മുമ്പ് ഇവിടുത്തെ എല്ലാ ഇടപാടുകളും നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് താൽക്കാലിക ജീവനക്കാരനാണ്, 50,000 രൂപയുടെ ശമ്പളത്തിൽ താഴെയായിരുന്നു. അയാളെയാണ് EY എന്ന കമ്പനിയെ നിയമിക്കുന്നു. അവിടെ നിന്ന് തിരിച്ചിവിടേക്ക് എല്ലാ ടെൻഡർ നടപടികളും സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വെക്കുന്നു. അപ്പോൾ അത് ഈ പറയുന്ന ആഗോള കമ്പനിയുടെ താല്പര്യവുമാണ് ഈ സിഇഒയുടെ താല്പര്യവും. അങ്ങനെ ആ ഒരാളിനെ 6 മാസം ഒരു കൂളിംഗ് പീരീഡ് കൊടുക്കാതെ ഇയാളെ നിയമിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഇതിനകത്ത് ഈ ആഗോള കമ്പനിയായ EIയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ സിഇഒയുടെ താല്പര്യം സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് വേറെ എത്രയോ ഉദ്യോഗസ്ഥന്മാർ അനർട്ടിലുണ്ട്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, പ്രോജക്റ്റുകളെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. അവരെ ഒന്നും വെക്കാതെ ഈ ആളിനെ തന്നെ ഇവിടെ നിന്ന് രാജിവെപ്പിച്ച് അയാളെ EY എന്ന കമ്പനിയിലേക്ക് നിയമിക്കുന്നു. അവിടെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളിനെ തന്നെ വീണ്ടും തിരികെ ഡിപ്ലോയ് ചെയ്യുന്നു ഇവിടേക്ക്. എന്നിട്ട് ആ കത്തിൽ പറയുന്നു, നിങ്ങൾ വായിക്കാം, ആ കത്തിൽ പറയുന്നത് എല്ലാ ടെൻഡർ നടപടികളും നടത്താൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തരാം. കമ്പനി അംഗീകരിച്ചല്ലോ, ആ ആവശ്യം അവർ അംഗീകരിച്ചല്ലോ. കമ്പനി കൊടുത്ത ഇയാൾ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് CEO കൊടുത്തത്. അതിനകത്ത് പറയാനുണ്ട്, ദിസ് വിൽ ബി ദ റെഫറൻസ് ഓഫ് യുവർ ട്രയൽ മെയിൽ റിഗാർഡിംഗ് ദ ഡിപ്ലോയ്മെന്റ് ഓഫ് ആൾട്ടർനേറ്റീവ് റിസോഴ്സസ്. നിങ്ങൾക്ക് ഇത് കോപ്പി തരാം. പുള്ളി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് ഈ കമ്പനി കൊടുത്തിരിക്കുന്നത്. രണ്ടുപേരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പർട്ടിക്കുലർ പേഴ്സണെ തന്നെ നിയമിച്ചത്. ഒരാളെ ജോലിക്കെടുക്കും, അത് ഈ പറഞ്ഞ സിഇഒയുടെ ആളായിരിക്കാം. പക്ഷെ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ അതിലേക്ക് ഡെപ്യൂട്ട് ചെയ്യുന്നതിൽ എന്താണ് നമുക്ക് തെറ്റ് പറയുന്നത്? അത് കാരണം ഈ ആളിനെ തന്നെ ഇവർക്ക് EY എന്ന് പറയുന്ന കമ്പനിക്ക് കൺസൾട്ടൻസി കിട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് ഇയാള്. അയാളെ തന്നെ തിരിച്ചിങ്ങോട്ട് വെക്കാം, അതും ഒരു കൂളിംഗ് പീരീഡ് പോലും കഴിയാതെ. ഒരു മിനിറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. സാധാരണഗതിയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും സ്വീകരിക്കുന്നത് തങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാൾ മാറിപ്പോയി മറ്റൊരു കമ്പനി ജോലി ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 6 months കൂളിംഗ് പീരീഡിൽ ഉണ്ടാകും. അതുപോലും പാലിക്കാതെ ഈ പർട്ടിക്കുലർ ആളിനെ തന്നെ വെക്കണമെന്നുള്ള ആവശ്യത്തെ അംഗീകാരം, ഇയാളാണല്ലോ കൺസൾട്ടൻസിക്ക് വേണ്ടിയുള്ള അംഗീകാരം നേടിക്കൊടുത്ത ആള്, അയാളെ തന്നെ ഇവിടേക്ക് ഡിപ്ലോയ് ചെയ്യുന്നതിൻ്റെ അകത്ത് രണ്ടുപേരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അവിടെയാണ് അഴിമതി. അതാണ് എന്റെ ചോദ്യം.
അയാൾ താൽക്കാലിക ജീവനക്കാരനായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അയാൾ രാജിവെക്കുന്നു. അയാളെ ഉടൻ തന്നെ EY കമ്പനി ജോലി കൊടുക്കുന്നു. ആ കമ്പനിയിൽ ഇദ്ദേഹത്തെ വീണ്ടും ഇവിടേക്ക് ഡെപ്യൂട്ടി ചെയ്യുന്നു. ഈ ടെൻഡർ നടപടികളും മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിക്കാനും നടപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരായി ഡിപ്ലോയ് ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു കമ്പനിക്കകത്ത് വർക്ക് നടക്കുമ്പോൾ അവിടുത്തെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടേ? മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ അറിയണ്ടേ? ഒരു ഡിപ്പാർട്ട്മെന്റും അറിയണ്ട. ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഈ വിനയ് പിയും സിഇഒയും തമ്മിൽ മാത്രമാണ്. എവിടെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? അനർട്ട് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപനമല്ലേ? അവിടെ നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ടെൻഡർ നടപടികൾക്കും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയണ്ടേ? സെക്രട്ടേറിയറ്റിൽ നിയോഗിക്കപ്പെട്ട ഫൈനാൻസ് ഓഫീസർ അറിയണ്ടേ? ഇതൊന്നും അറിയണ്ടേ? ഇവർ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നതിനകത്താണ് അഴിമതി. താൽക്കാലിക ജീവനക്കാരൻ ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്നതിന് കൂളിംഗ് ടൈം വേണം. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഇന്റർനാഷണൽ കമ്പനികൾ സ്വീകരിക്കുന്ന സമീപനം. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. താൽക്കാലിക ജീവനക്കാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യവസ്ഥ ഇവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഈ താൽക്കാലിക ജീവനക്കാരനാണ് ഇവിടെയുള്ള എല്ലാ ടെൻഡർ നടപടികളും സിഇഒയുമായി. അതൊക്കെ വലിയ ക്രമക്കേടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ക്രമക്കേടാണ് എന്ന് പറയുന്നതിൽ നമ്മളൊരു ആരോപണം മാത്രമാണ്. അത് ഈ വിനയ് എന്ത് ആനുകൂല്യമാണ് EYക്ക് ചെയ്തു കൊടുത്തത്? അവർക്ക് കൺസൾട്ടൻസി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സഹായം ചെയ്തു കൊടുത്ത ഇയാളാണ്. ആ സമയത്ത് ഇയാൾ അവിടെ ജോലിക്കാരനായിരുന്നു. അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്തത് വിനയ് എന്ന ഉദ്യോഗസ്ഥനാണ്, സിഇഒയുമായി ചേർന്ന്. സാധാരണ അങ്ങനെ പറയുകയാണെങ്കിൽ കൺസൾട്ടൻസിയെ നിയമിക്കാൻ സർക്കാരിന് ചില നടപടിക്രമങ്ങളുണ്ട്. ചുമ്മാതെ ഗവൺമെന്റിന്റെ അനുവാദം വേണം കൺസൾട്ടൻസിയെ നിയമിക്കാൻ. ഒരു മിനിറ്റ്, ആണെന്നാണ് എന്റെ അഭിപ്രായം. ഗവൺമെന്റിന്റെ അംഗീകാരമില്ലാതെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് തന്നെ ഒരു കൺസൾട്ടന്റിനെ നിയമിക്കുമ്പോൾ സർക്കാരിന്റെ അനുവാദം വേണമെന്ന് നിയമമുണ്ട്. ആ കൺസൾട്ടന്റിനെ നിയമിക്കാൻ സർക്കാരിന്റെ അനുവാദമില്ലാതെ നിയോഗിക്കപ്പെട്ടത് തന്നെ തെറ്റാണ്. അതിന്റെ ഓർഡർ ഞാൻ തരാം നിങ്ങൾക്ക്. അല്ലല്ല, അങ്ങനെയല്ല. ഈ കമ്പനി EY എന്ന് പറയുന്ന കമ്പനിയെ കൺസൾട്ടന്റായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൊടുക്കാൻ സർക്കാരിന്റെ അനുമതി വേണം. ആ അനുമതി വാങ്ങിച്ചിട്ടില്ല. അതിൽ എങ്ങനെ നിയമിക്കുന്നത്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ആ ഒരു ഉത്തരവ് നിലനിൽക്കുകയാണ്. സർക്കാരിന്റെ അനുമതി ഇല്ലാതെ കൺസൾട്ടൻസിനെ നിയമിക്കരുത്. അപ്പൊ ചുരുക്കത്തിൽ അത് ഞാനീ പറയുന്നത് ശരിയല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നത്. ഞാൻ വസ്തുതകളുടെ പിൻബലമില്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. രേഖകളുടെ പിൻബലമില്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് അവർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. ആ അന്വേഷണമൊന്നും കാര്യമില്ല. സ്വതന്ത്രമായ ഒരു അന്വേഷണം വേണം. പവർ സെക്രട്ടറി അന്വേഷിച്ചാലൊന്നും തെളിയാൻ പോകുന്നില്ല. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഒരു സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ. ഞാൻ രേഖകളുടെ പിൻബലമില്ലാതെ ഒരക്ഷരം ഇവിടെ സംസാരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. ഇതിനു മുമ്പ് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ രേഖകളുടെ പിൻബലത്തോടെ മാത്രമേ ഞാൻ ഉന്നയിച്ചിട്ടുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കോടിക്കണക്കിന് രൂപ ഈ നിലയിൽ പോകുന്നതിനെ അല്ലെങ്കിൽ ഈ നിലയിൽ അടിച്ചു മാറ്റുന്നതിനോട് എതിർപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. രാജ്യത്ത് കേന്ദ്ര സർക്കാരിനെ മോദി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു നടപടി ഉണ്ടാവും. നമുക്ക് ഇതുപോലെ മറ്റൊരു മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഒരു BJP പ്രവർത്തകനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടാണ്. സാധാരണ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ള ആളിനെയാണ് നോമിനേറ്റ് ചെയ്യാറുള്ളത്. ഇന്ന് വരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുമ്പോഴുള്ള കീഴ്വഴക്കം അതാണ്. ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളയാൾ അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ള ആള്. സച്ചിൻ തെണ്ടുൽക്കറെ, ഇവർ സുരേഷ് ഗോപിയെ പോലെ സിനിമ നടനാനുള്ളത് നമുക്ക് കാണാം. ഒന്നുമല്ലാതെ ഒരു BJP പ്രവർത്തകനെ നോമിനേറ്റ് ചെയ്യുന്ന നടപടി അധാർമികമാണ്. അതും രാഷ്ട്രപതി അങ്ങനെയുള്ള നോമിനേറ്റ് ചെയ്യുന്നവരുടെ പട്ടികയിൽ അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രമില്ല എന്നാണ് എനിക്ക് പറയാം. ഈ വയനാട് വീട് നിർമ്മിച്ചു നൽകുന്നതിന് KPCC ഒരു ഫണ്ട് വീട് നടത്തി 4,13,13,000 രൂപ, 4,13,00,000 രൂപ, 3 കോടിയാണ് ഈ യൂത്ത് കോൺഗ്രസ് ഫണ്ട് വീട് നടത്തി. പക്ഷെ പുറത്ത് വീട് വെച്ച് നിർമ്മിക്കുന്ന നൽകുന്ന പറഞ്ഞു. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഇതെങ്ങനെയാണ്? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടത്തിൽ അത് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ ചെയ്യും. പരാതി വന്നിട്ടുണ്ട്. ഒരു പരാതിയില്ല.
ബിരിയാണി ചലഞ്ച്, പായസം ചലഞ്ച്, അതൊക്കെ കൈരളി വരുന്ന വാർത്തയാണ്. ഏതാ അടുത്ത കുസും അഴിമതിക്ക് പിന്നാലെ മറ്റൊരു അഴിമതിയുമായി രമേശ് ചെന്നിത്തല ഇത്ര വ്യക്തമായി അഴിമതി ആരോപണങ്ങൾ നിരത്തുമ്പോൾ സർക്കാരിന്റെ മുഖത്ത് കിട്ടിയ ഒരു അടിയായിട്ടാണ് പ്രതിപക്ഷം ഇത് കണക്കാക്കുന്നത്.